എന്നാൽ ഈ ശൗല് കുറേ സമയങ്ങളങ്ങ് കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് പൊസിഷൻ, അധികാരമൊക്കെ ലഭിച്ചപ്പോൾ പിന്നെ അദ്ദേഹം മറന്നുപോയി പെട്ടകം കൊണ്ടുവരുന്ന കാര്യം, ഫിലിസ്തീനെ തോപ്പിക്കുന്ന കാര്യം, മാലീക്കിനെ തകർക്കുന്ന കാര്യം. പുള്ളി നോക്കിയപ്പോൾ ഇത്രയുള്ളൊരു ചെറുക്കൻ, ആമേൻ, അഭിഷേകത്തിൽ നിൽക്കുന്നു, സ്തോത്രം, പ്രാർത്ഥനയിൽ നിൽക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പരിപാടി ഈ മനുഷ്യൻ്റെ പുറകെയാണ്, ഈ മനുഷ്യൻ്റെ പുറകെ നടക്കുക. ആ ദാവീദ് തന്നെ പറയുകയാണ്, ഒരു ചെള്ളു പോലെയുള്ള എൻ്റെ പുറകെ നീ എന്തിനാ നടക്കണേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉയർച്ചയുടെ സമയത്ത് നമ്മുടെ മനസ്സിൽ ചെറിയ ചില വ്യക്തികൾ കടന്നു വരും. പിന്നെ നമ്മുടെ ആയുസ്സും ആരോഗ്യമല്ല അവരുടെ പുറകെ നടപ്പാ. ഈ മനുഷ്യൻ ദൈവമേൽപ്പിച്ച പെട്ടകത്തിൻ്റെ പുറകെയോ ഫിലിസ്തീൻ്റെ പുറകെയോ മാലിക്കിൻ്റെ പുറകെയോ പോകാതെ ദാവീദിൻ്റെ പുറകെ നടക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു മനുഷ്യനെ ശത്രുവാക്കി നിങ്ങൾ യാത്ര തുടരരുത്. ഒരു മനുഷ്യൻ്റെ പുറകെ ജീവിതം തീർക്കരുത്. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റുന്ന ഒരു വ്യക്തിയും നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിക്കരുത്. ആരെങ്കിലും നിനക്കെതിരായിട്ടുണ്ടെങ്കിൽ അതൊരു നിയോഗമാണ്. അതിലൂടെ ദൈവം എന്തോ ചെയ്യുകയാണ്, അതിലൂടെ ദൈവം എന്തൊക്കെയോ പ്രവർത്തിക്കുകയാണ്.